ചാലക്കുടിയിലെ ഗതാഗത പരിഷ്കരണം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായ യോഗം പിരിച്ചുവിട്ട നഗരസഭ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷം ചെയർപേഴ്സന്റെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം പരിഹരിക്കാതെ ചെയർപേഴ്സൺ ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആ കൗൺസിൽ യോഗത്തിൽ ആ തുടക്കം തന്നെ പ്രതിപക്ഷാംഗങ്ങളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ആദ്യം ഉന്നയിച്ചത് ചാലക്കുടിയിലെ ഏറ്റവും നീറുന്ന വിഷയമായിട്ടുള്ള ഗതാഗതക്കുരുക്ക് എന്നുള്ള വിഷയമാണ്. ഈ ഗതാഗതക്കുരുക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം എനിക്കൊണ്ട് ഒരു 3-4 വർഷമായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്ക് നമ്മുടെ നഗരത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലൂടെ ഭരണസമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഭരണസമിതിയുടെ കാലത്തെല്ലാം ചെയ്യാറ് ഇതുള്ള വിഷയങ്ങൾ ഏത് രീതിയിൽ പരിഹരിക്കണമെന്ന് കണ്ടെത്താൻ വേണ്ടി ചാലക്കുടി നഗരത്തിലെ പ്രധാനപ്പെട്ട പൗരപ്രമുഖരെയും അതോടൊപ്പം തന്നെ വിവിധ ട്രേഡ് യൂണിയന്റെ ആൾക്കാരെയും, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടാവും, അവരുടെ നേതാക്കളുണ്ടാവും, ബസ് തൊഴിലാളികളുടെ നേതാക്കളുണ്ടാവും, വ്യാപാരികളുടെ നേതാക്കളുണ്ടാവും. ഇവരെല്ലാവരും വിളിച്ചു ചേർത്ത് അവരെല്ലാവരും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മളൊരു ട്രാഫിക് പരിഷ്കാരത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കാറ്. പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. വിജയ് ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ, നിതിൻ പുല്ലൻ, ഉഷ പരമേശ്വരൻ, വിജയ് ജോജു തുടങ്ങിയവർ സംസാരിച്ചു.